മൈക്കിൾ ജാക്സൺ തന്റെ മരണം ഫേക്ക് ചെയ്തതാണെന്നുള്ള കോൺസ്പിറസി തിയറി സീരീസിന്റെ അവസാന ഭാഗമാണിത്. സോ ദ കോൺസ്പിറസി തിയറി സ്റ്റേറ്റ്സ് ദാറ്റ് 2006 അയർലൻഡിൽ വെച്ച് എം ജെ ഡിസൈഡ്സ് ടു ഫേക്ക് ഹിസ് ഡെത്ത്. ആൻഡ് എം ജെ മരിച്ചാൽ എങ്ങനെ അത് എൻറ്റിറ്റിക്ക് ഒരു തിരിച്ചടിയാവും? എൻറ്റിറ്റിക്കും അത് തന്നെയായിരുന്നല്ലോ ആവശ്യം. അതിന്റെ ഉത്തരമാണ് പീറ്റർ ലോപ്പസ്. 2003 ജോൺ ബ്രാൻകെയെ പുറത്താക്കിയ ശേഷം മൈക്കിൾ തന്റെ ബിസിനസ് അഡ്വൈസറായിട്ട് അപ്പോയിന്റ് ചെയ്ത ഒരു ലോയറാണ് പീറ്റർ ലോപ്പസ്. പീറ്ററിന്റെ മേൽനോട്ടത്തിൽ മൈക്കിൾ അയർലൻഡിൽ ഒളിവിൽ താമസിച്ചുകൊണ്ട് ഒരു വിൽപത്രം തയ്യാറാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു. കാരണം എൻറ്റിറ്റിക്ക് ആത്യന്തികമായി വേണ്ടിയിരുന്നത് എം ജെയുടെ കയ്യിലുള്ള മ്യൂസിക് കാറ്റലോഗ്സും മ്യൂസിക് അസറ്റ്സും ആയിരുന്നു. പിന്നെ സോണിയിൽ എം ജെക്കുള്ള 50% ഓണർഷിപ്പും. 1800 കോടി രൂപ കടമുള്ള ഈ അവസ്ഥയെ കൂടി എം ജെ ഈ അസറ്റ്സ് ഒന്നും വിറ്റിട്ടില്ല. പല ഇന്റർവ്യൂകളിലും മൈക്കിൾ പറഞ്ഞിട്ടുണ്ട്, വെറും ഒരു അസറ്റ് എന്നതിനേക്കാൾ ഉപരി വല്ലാത്തൊരു ഇമോഷണൽ അറ്റാച്ച്മെന്റ് മൈക്കിളിന് ഈ മ്യൂസിക് കാറ്റലോഗ്സുമായിട്ടുണ്ട് എന്നുള്ളത്. തന്റെ മൊത്തം സാമ്രാജ്യം നശിച്ച് മണ്ണിലടിഞ്ഞാലും ഈ ദുശക്തികളുടെ കയ്യിൽ ഈ മ്യൂസിക് അസറ്റ്സും കാറ്റലോഗ്സും ഒന്നും എത്തരുത് എന്ന് കരുതി എം ജെ ഒരു വിൽപത്രം തയ്യാറാക്കുന്നു. എം ജെ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ട്രസ്റ്റിന്റെ ബെനിഫിഷ്യറീസ് ആയിട്ട് തന്റെ അമ്മ കാതറിൻ ജാക്സണും പിന്നെ 3 മക്കളും പിന്നെ എക്സിക്യൂട്ടറായിട്ട് ഇതിന്റെ നടത്തിപ്പ് അവകാശം കൊടുത്തത് പീറ്റർ ലോപ്പസിനുമാണെന്ന് പറയപ്പെടുന്നു. ഒപ്പം തന്നെ ഈ മ്യൂസിക് അസറ്റ്സും കാറ്റലോഗ്സും ഒക്കെ ഈ ട്രസ്റ്റിൽ നിന്ന് വിൽക്കാനോ തിരുമറി ചെയ്യാനോ പറ്റാത്ത വിധം ട്രസ്റ്റ് പ്രൊട്ടക്റ്റഡ് ആക്കി വെക്കുന്നു. ഇനി ഇത് കോർട്ടിൽ സബ്മിറ്റ് ചെയ്തതിനു ശേഷം എം ജെ എന്ന ക്യാരക്ടർ ഇല്ലാതായാൽ ഈ വിൽപത്രത്തിനോ ഈ വ്യവസ്ഥിതിക്കോ ഒരു മാറ്റവും സംഭവിക്കില്ല. എൻറ്റിറ്റിക്ക് ആണെങ്കിലോ ഈ പറയുന്ന അസറ്റ്സ് വെച്ച് ലാഭം കൊയ്യാനോ ഇതൊക്കെ കൈയടക്കാനോ പിന്നീട് സാധിക്കില്ല. ഇതൊക്കെ കൊണ്ടാണ് എം ജെ ഈ ഡ്രാസ്റ്റിക് സ്റ്റെപ്പ് എടുക്കുന്നത്. പിന്നെ ഇതൊക്കെ പ്ലാൻ ചെയ്യാനും പ്രാവർത്തികമാക്കാനും എം ജെക്ക് ഇനീഷ്യലി ഹെൽപ്പ് ആയത് ഷെയ്ക്ക് കൊടുത്ത ഫണ്ടായിരുന്നു. ഷെയ്ക്കിന്റെ ഭാഗത്ത് നോക്കുമ്പോൾ യെസ്, ഇതൊരു ബിട്രയലാണ്. മേ ബി എം ജെ മൈറ്റ് ഹാവ് പ്ലാൻ ടു റിട്ടേൺ ഓൾ ദീസ് ആഫ്റ്റർ ദ പ്ലാൻ ഹാസ് ബീൻ എക്സിക്യൂട്ടഡ്. വി ഡോണ്ട് നോ. ഇനിയൊരു സിനാരിയോ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വിൽപത്രത്തിന് ഒരു പ്രശ്നമുണ്ട്. കാരണം ഈ പറയുന്ന 1800 കോടി മൈക്കിൾ തിരിച്ചടച്ചിട്ടില്ലെങ്കിൽ ഈ പറയുന്ന കടം ഭാവിയിൽ ഒരു കേസ് ആയി കഴിഞ്ഞാൽ ബാങ്ക്സിന് ഇതൊക്കെ സീസ് ചെയ്യാൻ പറ്റും. കാരണം കൊളാറ്ററൽ ആയിട്ട് വെച്ചത് മൈക്കിളുടെ മ്യൂസിക് കാറ്റലോഗ്സ് ആയിരുന്നു ഇത്രയും കോടി രൂപയ്ക്ക്. അതുവഴി അത് എൻറ്റിറ്റിയിലേക്ക് എത്തിച്ചേരാനും ഇടയാവും. ഇനി ഷേക്ക് പറഞ്ഞ പോലെ ലോങ് ടേം മണി റിക്കവറി പ്ലാൻ മൈക്കിളുടെ ജീവിതത്തിൽ ഇപ്പോൾ പറ്റൂല. കാരണം ഷോർട്ട് ടേം ആയിട്ട് ഈ പൈസയൊക്കെ വന്ന് അറ്റ്ലീസ്റ്റ് 70% കടമെങ്കിലും തീർത്തിട്ടേ മൈക്കിളിന് ഈ വാനിഷിംഗ് പ്ലാൻ എക്സിക്യൂട്ട് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഈ ഗെയിം ഓഫ് ത്രോൺസിലൊക്കെ ഉള്ള പോലെ എല്ലാം നന്നായി വരുന്നത് നമ്മൾ പ്രതീക്ഷിക്കുമ്പോൾ അടുത്ത പണി വരുന്നത്. അങ്ങനെ മ്യൂസിക് റെക്കോർഡിംഗ് എന്നുള്ള പേരിൽ ആധാരമൊഴുത്തും എസ്കേപ്പ് പ്ലാനും ഒക്കെ ചെയ്യുന്ന സമയത്താണ് ഒരു ആവശ്യവുമില്ലാതെ ബില്ലി ബുഷ് എന്ന് പറയുന്ന ഒരു അവതാരകന്റെ വരവ്. അങ്ങനെ ഈ ബില്ലി ബുഷ് ഒരു പ്രൈവറ്റ് ഇൻവെസ്റ്റിഗേറ്റർ വിട്ട് മൈക്കിൾ ഒളിച്ചു താമസിക്കുന്ന സ്ഥലം കണ്ടെത്തുന്നു. എന്നിട്ട് മൈക്കിളിനോട് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യുന്നു, ഒരു ഇന്റർവ്യൂ തന്നിട്ടില്ലെങ്കിൽ ഞാൻ ഈ സ്ഥലം പബ്ലിക് ആക്കുന്നുള്ളത്. 2005 ആ കേസ് കഴിഞ്ഞ ശേഷം ബഹ്റിനിൽ ഉൾപ്പെടെ ഒരു ക്യാമറക്ക് മുമ്പിൽ കൂടി പെടാതെ നടക്കുന്ന എം ജെ ആണെന്ന് ആലോചിക്കണം. സോ ദിസ് ഇന്റർവ്യൂ വാസ് സോ എക്സ്ക്ലൂസീവ് ഫോർ ഹിം. അതുകൊണ്ട് തന്നെ ബില്ലി ബുഷിന് ഇത് നടന്നേ മതിയാകുള്ളൂ. ഈ സമയത്ത് അയർലൻഡുകാരുടെ മാനേഴ്സിനെ കുറിച്ച് പറയാതിരിക്കാൻ വയ്യ. അവരൊരിക്കലും ക്യാമറ കൊണ്ടോ അമിതാരാധന കൊണ്ടോ മൈക്കിളിനെ ശല്യം ചെയ്യാൻ നിന്നില്ല. മൈക്കിളുടെ ന്യൂസ് ഒക്കെ ഫോളോ ചെയ്യുന്നതുകൊണ്ട് കുറച്ച് സമാധാനത്തിനാണ് ഇവിടെ വന്നതെന്ന് മനസ്സിലാക്കി അവർ മൈക്കിൾ ഇതുവരെ ജീവിതത്തിൽ അനുഭവിക്കാത്ത സ്വാതന്ത്ര്യവും സ്വകാര്യതയും കൊടുത്തു. അങ്ങനെ മൈക്കിൾ എങ്ങനെയോ ഇന്റർവ്യൂവിന് സമ്മതിക്കുന്നു. അങ്ങനെ ഈ പറഞ്ഞ ഇന്റർവ്യൂവിന് വേണ്ടി ഇല്ലാത്ത മ്യൂസിക് റെക്കോർഡിംഗ് ഉണ്ടാക്കാൻ വേണ്ടി ബ്ലാക്ക് ഐഡ് പീസിലെ വില്യത്തിനൊക്കെ മൈക്കിൾ കൊണ്ടുവരുന്നു. അന്ന് അവിടെ റെക്കോർഡിങ്ങും സോങ് റൈറ്റിംഗും ഒന്നും നടന്നിട്ടില്ല എന്നതിന്റെ തെളിവാണ് എം ജെയുടെ മരണശേഷം പൊന്നും വിലക്ക് എടുക്കാന്ന് പറഞ്ഞിട്ടും വില്യം ആ സോങ്ങുകളൊന്നും കൊടുക്കൂല എന്ന് വാശി പിടിച്ചത്. മരണത്തിന് തൊട്ടു മുമ്പ് എം ജെ ചെയ്തൊരു ഫ്രഷ് ആൽബം ആയതുകൊണ്ട് അങ്ങനെ ഒരെണ്ണം ഉണ്ടായിരുന്നെങ്കിൽ എം ജിയോടുള്ള റെസ്പെക്റ്റിന്റെ പുറത്തെങ്കിലും വില്യം ആ സോങ്ങുകളൊക്കെ വിട്ടുകൊടുത്തേനെ. സോ ഈ ഇന്റർവ്യൂ നടന്നത് വലിയൊരു പണിയായി. കാരണം തൂണിലും തുരുമ്പിലും കണ്ണും കാതുമുള്ള ഈ എൻറ്റിറ്റിക്ക് അവിടെ മ്യൂസിക് റെക്കോർഡിംഗ് ഒന്നും നടക്കുന്നില്ല, വേറെന്തോ സംഭവം പ്ലാൻ ചെയ്യുന്നുണ്ട് എന്ന് മനസ്സിലായി. നൗ ബാക്ക് ടു എം ജെ. ചുരുങ്ങിയ സമയം കൊണ്ട് ഈ പറഞ്ഞ കടത്തിന്റെ 3/4 ഭാഗമെങ്കിലും തീർത്താലേ ഈ എസ്കേപ്പ് പ്ലാൻ ഒക്കെ നടക്കൂ. അതുകൊണ്ട് തന്നെ എം ജെയുടെ അഡ്വൈസറായ പീറ്റർ ലോപ്പസ് സമീപിച്ചത് ഇൻഡസ്ട്രി ജയന്റായ AEG ഗ്രൂപ്പിനെയാണ്. ഈ ലോകത്ത് ഏറ്റവും കൂടുതൽ ലൈവ് പ്രോഗ്രാംസ് കണ്ടക്ട് ചെയ്യുന്ന വെന്യൂസ് ഒക്കെ സ്വന്തമായിട്ടുള്ള 2 ജയന്റ്സേ ആ സമയത്ത് ഉണ്ടായിരുന്നുള്ളൂ. ഒന്ന് ഫിലിപ്പ് ആൻഷർട്സിന്റെ ആൻഷർട്സ് എന്റർടൈൻമെന്റ് ഗ്രൂപ്പ്, പിന്നെ ഒന്ന് ലൈവ് നേഷൻ. അതിൽ ഈ പറഞ്ഞ AEGയുമായിട്ട് പീറ്റർ നല്ലൊരു നെഗോഷിയേഷനിലേക്ക് എത്തുന്നു. ആദ്യം വെറും 10 ഷോ ആണ് പ്ലാൻ ചെയ്തതെങ്കിലും പിന്നീട് 50 ഷോയിലേക്ക് ഇത് മാറുന്നു. ഒപ്പം തന്നെ അഡ്വാൻസ് ആയിട്ട് 240 കോടി രൂപ മൈക്കിളിന് കൊടുക്കാൻ AEG ഗ്രൂപ്പ് സമ്മതിക്കുന്നു. ഈ ടൈം ആകുമ്പോഴേക്കും കടം വർദ്ധിച്ച് 1900 കോടിയിലേക്ക് എത്തി നിൽക്കുന്നുണ്ടായിരുന്നു. അതിൽ തന്നെ ഏറ്റവും കൂടുതൽ കടം തിരിച്ചടയ്ക്കാനുണ്ടായിരുന്നത് ഫോർട്ടസ് ഇൻവെസ്റ്റ്മെന്റ് ഗ്രൂപ്പ് എന്ന് പറയുന്ന കമ്പനിക്കായിരുന്നു. അവിടെയാണ് ഈ പറഞ്ഞ മ്യൂസിക് കാറ്റലോഗ് ഈടുവെച്ചത്. അവർക്ക് കൊടുക്കാനുള്ള ഒരു ഭീമമായ തുക അടച്ചു കിട്ടിയാൽ പിന്നെ പ്രശ്നമില്ല, ബാക്കിയെല്ലാം ലോങ് ടേം റിക്കവറി പ്ലാൻസിൽ ഫില്ലായി പോയിക്കോളും. സോ ഈ പ്ലാൻ ചെയ്യുന്ന കോൺസേർട്ട് കഴിയുമ്പോൾ എം ജെ വുഡ് ഹാവ് ഏൺഡ് 960 crores. ബാക്കി കോപ്പിറൈറ്റ് ഡിജിറ്റൽ സെയിൽസ് എന്നൊക്കെ പറഞ്ഞ് പിന്നെ കിട്ടുകയും ചെയ്യും. സോ ദിസ് വാസ് ദ മണി റിക്കവറി പ്ലാൻ മൈക്കിൾ വാസ് വെയിറ്റിംഗ് ഫോർ. അങ്ങനെ പീറ്ററും മൈക്കിളും വിൽപത്രം തയ്യാറാക്കിയതിനു ശേഷം AEGയുമായി ചേർന്ന് ദിസ് ഇസ് ഇറ്റ് എന്ന് പറയുന്ന മൈക്കിളുടെ അവസാനത്തെ കോൺസേർട്ട് അനൗൺസ് ചെയ്യുന്നു. ഈവൻ ഇത് അനൗൺസ് ചെയ്യുമ്പോൾ മൈക്കിളുടെ സ്പീച്ച് കേട്ടാൽ മനസ്സിലാവും ഈ കോൺസേർട്ടോട് കൂടി മൈക്കിൾ ഈ ഐഡന്റിറ്റിയിൽ നിന്ന് പോകാനാണ് പ്ലാൻ എന്നുള്ളത്. These will be my final show performances in London
This will be it. This is it. And when I say this is it really means this is it. ഇനി എൻറ്റിറ്റിയുടെ മൂവ്മെന്റ് നോക്കുകയാണെങ്കിലോ 2006 അവസാനം അയർലൻഡിൽ നിന്ന് US ലാസ് വെഗാസിലേക്ക് മൈക്കിൾ എത്തിയപ്പോൾ തന്നെ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളെ മൈക്കിളുടെ ഗാംഗിൽ അവർ പ്ലേസ് ചെയ്തിരുന്നു. അതായിരുന്നു കോൺറാഡ് മുറെ എന്ന ഡോക്ടർ. അന്ന് ജസ്റ്റ് മകനെ ചികിത്സിക്കാൻ എന്നുള്ള പേരിലാണ് ഫസ്റ്റ് കോൺടാക്ട്. ബട്ട് സർപ്രൈസിംഗ്ലി 2009 മാർച്ചിൽ, അതായത് മരിക്കുന്നതിന് 3 മാസം മുമ്പ് മൈക്കിൾ തന്നെ ഈ ഷോയ്ക്ക് വേണ്ടി അപ്പോയിന്റ് ചെയ്തു എന്ന് പറയപ്പെടുന്നു. ഇഫ് ദാറ്റ്സ് ദ കേസ്, അത് സത്യമാണെങ്കിൽ ഷേക്കിന്റെ അടുത്ത് നിന്ന് അകന്നത് ഫസ്റ്റ് മിസ്റ്റേക്ക് ആയിട്ട് കണക്കാക്കാമെങ്കിൽ എല്ലാവരെയും പെട്ടെന്ന് വിശ്വസിക്കുന്ന മൈക്കിളുടെ സെക്കൻഡ് റോങ് മൂവ് ഇതായിരുന്നു. പീറ്ററും മൈക്കിളും സെറ്റ് ചെയ്ത ഈ എസ്കേപ്പ് പ്ലാനെ കുറിച്ചിട്ട് 2006 ഒപ്പം ഉണ്ടായിരുന്ന ഫാമിലി മെമ്പേഴ്സിന് ഒരു ധാരണ ഉണ്ടായിരുന്നു. പക്ഷെ അവരിത് എപ്പോഴാണ് എക്സിക്യൂട്ട് ചെയ്യാൻ പോകുന്നത് എന്നുള്ള ആർക്കും ഒരു ഐഡിയ ഇല്ലായിരുന്നു. അങ്ങനെ മാർച്ച് 5, 2009 ദിസ് ഇസ് ഇറ്റ് എന്ന് പറയുന്ന ഈ ഷോ അനൗൺസ് ചെയ്യുന്നു. ഈ ഷോ സക്സസ്ഫുള്ളി നടന്നു കഴിഞ്ഞാൽ ദ കിങ് വിൽ ബിക്കം ഫിനാൻഷ്യലി സ്ട്രോങ് അഗൈൻ. അത് എൻറ്റിറ്റിക്ക് വലിയൊരു തിരിച്ചടിയാവും. എ ബ്രില്യന്റ് ക്രിമിനൽ ഡസൻ നീഡ് വാലിഡേഷൻ. അതായത് ജയിച്ചു എന്ന് കാണിക്കണം എന്ന് അവർക്ക് ഒരു നിർബന്ധം ഉണ്ടാവില്ല. ദേ ജസ്റ്റ് നീഡ് ദ ഫൈനൽ റിസൾട്ട് ടു ബി ഓൺ ദിയർ സൈഡ്. അന്തിമ വിജയം അവർക്കായിരിക്കണം. സോ എൻറ്റിറ്റി ഡിസൈഡ്സ് ടു ടേക്ക് ഓവർ ദ പ്ലാൻ. അങ്ങനെ MJD എസ്കേപ്പ് പ്ലാൻ അവർ ടേക്ക് ഓവർ ചെയ്യാൻ തീരുമാനിക്കുന്നു. ആൻഡ് എങ്ങനെ ഒരു ക്രൈം മറയ്ക്കാം? ഹൗ ടു ഹൈഡ് എ കോൺസ്പിറസി തിയറി. ടു ഹൈഡ് എ കോൺസ്പിറസി തിയറി യു ഹാവ് ടു ബിൽഡ് എ ബിഗ്ഗർ കോൺസ്പിറസി തിയറി അറൌണ്ട് ഇറ്റ്. ഈ വാചകം ഓർത്തു വെക്കുക, അവസാനം ഇത് മനസ്സിലാവും. അങ്ങനെ കോൺറാഡ് മുറെ എന്ന ഡോക്ടർ മൈക്കിളുടെ ഒപ്പം കൂടുന്നു. കോൺസേർട്ടിന്റെ റിഹേഴ്സൽസ് ആരംഭിക്കുന്നു. അനൗൺസ് ചെയ്ത അന്ന് വിത്തിൻ ഹവേഴ്സ് വിറ്റുപോയത് 10 ലക്ഷം ടിക്കറ്റുകളാണ്. അത്രയ്ക്ക് സ്ട്രോങ് ആയിരുന്നു MJയുടെ മാർക്കറ്റ്. ഇതും കൂടി അറിഞ്ഞ എൻറ്റിറ്റി ദിസ് ഇസ് ഇറ്റ് എന്ന ഈ കോൺസേർട്ടിന്റെ ഒറ്റ ഷോ കൂടി നടക്കരുതെന്ന് തീരുമാനിക്കുന്നു. ആൻഡ് ഡിസൈഡ്സ് ടു ഹൈജാക്ക് MJ's എസ്കേപ്പ് പ്ലാൻ ബിഫോർ ദ ഫസ്റ്റ് ഷോ. മൈക്കിളിന് ഈ ഷോ ഗംഭീരമായിട്ട് നടക്കണം, സക്സസ്ഫുള്ളി എല്ലാ ഷോയും കംപ്ലീറ്റ് ചെയ്യണം എന്നുള്ള ഉദ്ദേശം ഉണ്ടായിരുന്നതിന്റെ തെളിവാണ് ഇൻസോംനിയ ഉണ്ടായിരുന്ന മൈക്കിളിന് സ്ലീപ്പിംഗ് പിൽസ് കൊടുത്ത് കോൺറാഡ് ഉറക്കുമ്പോൾ കൂടി പകുതി ഉറക്കത്തിൽ ഈ ഷോ ഗംഭീരമാകണം, ഇതുവരെ ലോകത്ത് ആരും കാണാത്ത അത്രയും അടിപൊളി ഷോ ആയിരിക്കണം എന്നൊക്കെ മൈക്കിൾ റിപ്പീറ്റഡ്ലി പറഞ്ഞുകൊണ്ടിരുന്നത്. ഇങ്ങനെ കോൺറാഡ് കൊടുത്തോണ്ടിരുന്ന നാർക്കോട്ടിക്സിന്റെ മത്തിൽ മൈക്കിൾ തന്റെ എസ്കേപ്പ് പ്ലാൻ പറഞ്ഞു പോയോ എന്ന് വരെ സംശയിക്കേണ്ടി വരും. കാരണം നമ്മൾ ഇങ്ങനെ മൈക്കിൾ ഉറക്കത്ത് ഈ ഷോനെ കുറിച്ച് സംസാരിച്ചു എന്ന് വരെ അറിയുന്നത് ഈ പറഞ്ഞ മരണശേഷം കോൺറാഡിന്റെ ഫോൺ സീസ് ചെയ്ത പോലീസ് കണ്ടെത്തിയ കുറച്ച് വോയിസ് നോട്ടുകളും റെക്കോർഡിങ്ങുകളുമാണ്. ഉറക്ക ഗുളിക കൊടുത്ത് മൈക്കിളിനെ ഉറങ്ങാൻ ഹെൽപ്പ് ചെയ്യുന്ന കോൺറാഡ് എന്ന ഡോക്ടർ എന്തിന് മൈക്കിൾ ഉറക്കത്ത് പറയുന്ന സംഭാഷണങ്ങൾ റെക്കോർഡ് ചെയ്യണം? ഇനി റെക്കോർഡ് ചെയ്താലും കുഴപ്പമില്ല എന്ന് വിചാരിക്കാം. പോലീസ് ചോദിച്ച സമയത്ത് കോൺറാഡിന്റെ മറുപടിയാണ് ഏറ്റവും കൂടുതൽ സസ്പീഷൻ ജനിപ്പിക്കുന്നത്. A conversation you had with Michael Jackson. Why did you do that? Interestingly, I wasn't even aware that I had the recording. Did I record it? Absolutely. It wasn't my phone. It wasn't done with any intentions that I was going to use this to blackmail Michael one day. It could be my paycheck. കോൺറാഡിന് എന്തും പറയായിരുന്നു, വേണമെങ്കിൽ മൈക്കിളിന് തന്നെ കാണിക്കാൻ വേണ്ടി റെക്കോർഡ് ചെയ്തതാണെന്നൊക്കെ പറയായിരുന്നു. പക്ഷേ കോൺറാഡ് പറഞ്ഞ മറുപടി ഭയങ്കര എബ്സേർഡാണ്. എന്തിന് ഇതൊക്കെ റെക്കോർഡ് ചെയ്തു എന്ന് പോലീസ് ചോദിച്ചപ്പോൾ പറഞ്ഞ മറുപടിയാണ് ഇതൊക്കെ റെക്കോർഡായത് ഞാൻ പോലും അറിഞ്ഞിട്ടില്ല എന്നുള്ളത്. ഫോണിൽ തനിയെ റെക്കോർഡായി പോയതാണ് എന്നുള്ളത്. എന്തിനാ കള്ളം കോൺറാഡ് അവിടെ പറയണം? കാരണം ഒരുപക്ഷെ താനാണ് എടുത്തതെന്ന് സമ്മതിച്ചു കഴിഞ്ഞാൽ എന്തിനു വേണ്ടി, ആർക്ക് കാണിക്കാൻ വേണ്ടി എന്നുള്ളൊരു ചോദ്യം വരും. അതുകൊണ്ടാണ് മുമ്പ് ഞാൻ പറഞ്ഞത് നാർക്കോട്ടിക്സിന്റെ മത്തിൽ എങ്ങാനും MJ ഈ എസ്കേപ്പ് പ്ലാൻ പറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ അത് റെക്കോർഡ് ചെയ്ത് കോൺറാഡ് കേൾപ്പിച്ചിട്ട് ചിലപ്പോൾ എൻറ്റിറ്റിയെ തന്നെ ആയിന്നും വരാം. കോൺറാഡ് മുറെ എൻറ്റിറ്റിയുടെ ആളാണെന്ന് തോന്നിപ്പിക്കാനുള്ള റീസൺസിൽ ഇതൊരു വലിയ റീസൺ തന്നെയാണ്. ഇനി MJ മരണപ്പെട്ടു എന്ന് പറയുന്ന ദിവസം സംഭവിച്ചത് എന്താണെന്ന് നോക്കാം. ജൂൺ 25, 2009. ജൂൺ 24 രാത്രി റിഹേഴ്സലൊക്കെ കഴിഞ്ഞ് 25-ാം തീയതി പുലർച്ചെ, അതായത് 12 മണിക്ക് ശേഷമാണ് MJ റൂമിലെത്തുന്നത്. ആ സമയത്ത് മൈക്കിളിന് ഉറക്കം കിട്ടാൻ എന്നുള്ള പേരിൽ ഒരു സ്ലീപ്പിംഗ് ബില്ല്, വാലിയം എന്ന് പറയുന്ന ഒരു സ്ലീപ്പിംഗ് ബില്ല് കോൺറാഡ് മുറെ മൈക്കിളിന് കൊടുക്കുന്നു. ഇത് കഴിച്ചാൽ സാധാരണ ഒരു മനുഷ്യൻ 30 മിനിറ്റിനുള്ളിൽ ഉറങ്ങും. പോരാത്തിന് 6 മുതൽ 10 മണിക്കൂർ വരെ ഉറക്കവും കിട്ടും. ഇതുവരെ കുഴപ്പമില്ല. ഇനി അങ്ങോട്ടാണ് ക്രമക്കേട് തുടങ്ങുന്നത്. അതിനുശേഷം ഉറക്കം വന്നില്ല എന്ന് പറഞ്ഞിട്ട് ലോറാസെപ്പം എന്ന് പറയുന്ന ഒരു ഡ്രഗ് മൈക്കിളുടെ മേലെ ഇഞ്ചെക്ട് ചെയ്യുന്നു. മൈക്കിളുടെ കാലിൽ ഇൻട്രാവീനസ് കത്തീറ്റർ വെച്ചിട്ട് ആ ട്യൂബ് വഴിയാണ് പിന്നീട് അങ്ങോട്ട് കോൺറാഡ് ഡ്രഗ്സ് കൊടുത്തുകൊണ്ടിരുന്നത്. നേരത്തെ കൊടുത്ത വാലിയം സ്ലീപ്പിംഗ് പില്ലിന്റെ ഒപ്പം ഈ ലോറാസെപ്പം എന്ന് പറഞ്ഞ ഡ്രഗും കൂടി കൊടുത്ത സമയത്ത് ഒരു കുതിരയെ മയക്കി കിടത്താനുള്ള ഡ്രഗാണ് ഇപ്പോൾ മൈക്കിളുടെ ശരീരത്തിൽ ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് കഴിഞ്ഞ് 1-2 മണിക്കൂർ ഇടവിട്ട് 4 ഡിഫറെന്റ് സെറ്റ് ഓഫ് ഡ്രഗ്സ് ആണ് കോൺറാഡ് മൈക്കിളുടെ മേലിൽ കുത്തിവെച്ചതെന്നാണ് കോർട്ടിൽ കോൺറാഡ് തന്നെ കൺഫസ് ചെയ്തത്. ഇതൊക്കെ കൺഫസ് ചെയ്യാനും കാരണം പോലീസ് സെർച്ചിന്റെ ഇടയിൽ കണ്ടെത്തിയ ഡ്രഗ് ബോട്ടിൽസ് ആണ്. അതായത് ഇപ്പം മൈക്കിളുടെ ശരീരത്തിൽ ഒരു ആനയെ മയക്കി കിടത്താനുള്ള അത്രയും ഡ്രഗ്സ് ഉണ്ടായിരുന്നു എന്നർത്ഥം. അതും പോരാഞ്ഞിട്ട് തീരെ വിശ്വസിക്കാൻ പറ്റാത്തൊരു മറുപടി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് കൊടുത്ത ഡ്രഗ് ഇതിനൊക്കെ ശേഷം പ്രൊപ്പഫോൾ കുത്തിവെച്ചത് താൻ വാഷ്റൂമിൽ പോയ ഗ്യാപ്പിൽ ഈ മൈക്കിൾ തന്നെ കുത്തിവെച്ചതാണ് എന്നുള്ള. അതായത് ഈ ആനയെ മയക്കി കിടത്താൻ തക്ക കെൽപ്പുള്ള ഡ്രഗ്സ് ശരീരത്തിലുള്ള മൈക്കിൾ തന്നെ ഈ ഡോക്ടർ വാഷ്റൂമിൽ പോയ ഗ്യാപ്പിൽ എഴുന്നേറ്റ് നിന്ന് ഈ പ്രൊപ്പഫോൾ കുത്തിവെച്ചു എന്നാണ് ഇയാൾ കോടതിയിൽ കൺഫസ് ചെയ്യുന്നത്. ശുദ്ധ അസംബന്ധം. അതോടൊപ്പം തന്നെ 10 ഇത്രയും ഡ്രഗ്സ്
ശരീരത്തിലുള്ള മൈക്കിൾ അവിടെ തനിച്ച് വിട്ടിട്ട് ക്വിക്ക് വാഷ്റൂം ബ്രേക്ക് എന്നാണ് അദ്ദേഹം പറയുന്നത്. പക്ഷേ 10:30 വിട്ട അദ്ദേഹം 50 മിനിറ്റ് തന്റെ കാമുകിയായിട്ട് ഫോണിൽ സംസാരിക്കുകയായിരുന്നു എന്നുള്ള ഫോൺ റെക്കോർഡ്സ് നോക്കിയാൽ കാണാം. എന്നിട്ട് 11:30 അടുപ്പിച്ച് റൂമിലേക്ക് വന്നപ്പോഴാണ് മൈക്കിൾ പൾസില്ലാതെ കിടക്കുന്നത്. എന്നിട്ടും അദ്ദേഹം എമർജൻസിനെ വിളിച്ചില്ല. അദ്ദേഹം ഡയറക്റ്റ് വിളിച്ചത് മൈക്കിളുടെ അസിസ്റ്റന്റിനെയാണ്. അങ്ങനെ അസിസ്റ്റന്റ് ആണ് എമർജൻസി സർവീസസിനെ മൈക്കിളുടെ വീട്ടിലേക്ക് അയക്കുന്നത്. സോ നമ്മൾ അറിയുന്ന പുറമെ റിലീസ് ചെയ്ത കഥയിൽ ഈ പറയുന്ന സെഡേറ്റഡ് ആയിട്ട് കിടക്കുന്ന മൈക്കിൾ സ്വമേധയാ എഴുന്നേറ്റ് രണ്ടാമത്തെ പ്രൊപ്പഫോൾ അടിച്ചു, അതിനുശേഷമാണ് മരണപ്പെടുന്നത് എന്നുള്ളതാണ്. സോ ഈ പറഞ്ഞ പോലെ അസിസ്റ്റന്റ് വിളിച്ചിട്ട് ആംബുലൻസ് വരുന്നു, UCLA മെഡിക്കൽ സെന്ററിലേക്ക് കൊണ്ടുപോകുന്നു. അവിടുന്ന് മരണം പ്രോപ്പറായിട്ട് സ്ഥിരീകരിച്ചതിന് ശേഷം അവിടുന്ന് ഹെലികോപ്റ്ററിൽ ഫോറൻസിക് സെന്ററിലേക്ക് ഓട്ടോപ്സിക്ക് വേണ്ടി കൊണ്ടുപോകുന്നു. സോ ഈ ഫോറൻസിക് ലാബിലേക്ക് പോകുന്ന ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ ബോഡി അനങ്ങുന്നതാണ് നമ്മൾ ഫസ്റ്റ് വിഷ്വലിൽ കണ്ടത്. രണ്ടാമത്തത് ഈ ഹെലികോപ്റ്ററിൽ നിന്ന് ബോഡി ആംബുലൻസിലേക്കാക്കി ഈ ആംബുലൻസ് ഫോറൻസിക് ലാബിന്റെ ബേസ്മെന്റിൽ എത്തുന്നു. ബേസ്മെന്റിൽ നിന്ന് മൈക്കിൾ എഴുന്നേറ്റ് പോകുന്നതാണ് രണ്ടാമത്തെ വീഡിയോ. നൗ ലെറ്റ് മീ ബ്രേക്ക് ദ തിയറി. നൺ ഓഫ് ദീസ് വിഷ്വൽസ് ആർ ഷോയിങ് ദ ട്രൂത്ത്. ഇതൊക്കെ നമ്മൾ കാണാൻ വേണ്ടി ഇറക്കിയ വീഡിയോസ് ആണ്. അപ്പൊ നമ്മൾ മുമ്പ് പറഞ്ഞ കാര്യത്തിലേക്ക് പോകാം. ഹൗ ഡു യു ഹൈഡ് എ ക്രൈം? ഹൗ ഡു യു ഹൈഡ് എ കോൺസ്പിറസി തിയറി? മേക്ക് എ ബിഗ്ഗർ കോൺസ്പിറസി തിയറി അറൌണ്ട് ഇറ്റ്. ഇതുവരെ നമ്മൾ അറിഞ്ഞ കഥ, പുറത്തു വന്ന കഥ, ഇനി എന്തായിരിക്കും സംഭവിച്ചിട്ടുണ്ടാകുക എന്നുള്ളത് ഈ തിയറിയിൽ എങ്ങനെയാ പറയുന്നത് നോക്കാം. സോ ഈ പറയുന്ന 11:30 വരെ ഉണ്ടായിരുന്ന സമയം അത് കോൺറാഡ് ആർക്കോ വേണ്ടി ഉണ്ടാക്കിയ ഒരു ടൈം ഗ്യാപ്പ് ആയിരുന്നു. അതെങ്ങനെയാന്ന് ഞാൻ പറഞ്ഞുതരാം. 25-ാം തീയതി പുലർച്ചെ 1:30 മുതൽ മൈക്കിളിന് ഒരു ഹെൽപ്പിന് വേണ്ടി കൂടി നിലവിളിക്കാൻ പറ്റാത്ത രീതിയിൽ സെഡേറ്റ് ചെയ്തിടുന്നു കോൺറാഡ് മുറെ. അതിശയെന്ന് പറയട്ടെ, എപ്പോഴും മൈക്കിളുടെ ഒപ്പം ഉണ്ടായിരുന്നവരാരും അന്ന് ഉണ്ടായിരുന്നില്ല. അവരെയൊക്കെ ആരോ തന്ത്രപരമായി ഒഴിവാക്കി എന്ന് വേണം കണക്കാക്കാൻ. ഈവൻ പേഴ്സണൽ അസിസ്റ്റന്റ് വരെ അന്ന് അവിടെ ഉണ്ടായിരുന്നില്ല. അന്നേ ദിവസം രാവിലെ 7 മണിയോടുകൂടി എൻറ്റിറ്റി മൈക്കിൾ അവിടുന്ന് കടത്തിയിരുന്നു. അതിന്റെ തെളിവാണ് ലോസ് ആഞ്ചലസ് എയർപോർട്ടിൽ നിന്ന് 8:30 ചാർട്ട് ചെയ്ത് 8:44 ലോസ് ആഞ്ചലസിൽ നിന്ന് മെക്സിക്കോയിലേക്ക് പറന്ന ആ പ്രൈവറ്റ് ജെറ്റ്. പാസഞ്ചർ ഡീറ്റെയിൽസ് അൺനോൺ ആണ്. ഈ ഫ്ലൈറ്റ് ലാൻഡ് ചെയ്തോ ഇല്ലേന്നൊക്കെ അൺനോൺ ആണ്. ഈവൻ നമ്മൾ മുമ്പ് കേട്ടൊരു വാർത്തയല്ലേ എയർപോർട്ട് അടച്ചിട്ടു മൈക്കിളുടെ മരണശേഷം എന്നുള്ളത്. അത് നമ്മൾ ഈ രാവിലത്തെ ഫ്ലൈറ്റിനെ കുറിച്ച് അന്വേഷണം പോകാതിരിക്കാൻ ഉണ്ടാക്കിയ ഒരു നെറേറ്റീവ് മാത്രമാണ്. MJ പ്ലാൻ ചെയ്ത എസ്കേപ്പ് പ്ലാൻ നടപ്പിലാക്കിയത് എൻറ്റിറ്റി ആയിരുന്നു. ആ മെഡിക്കൽ സെന്ററിൽ നിന്ന് എയർലിഫ്റ്റ് ചെയ്തത് മൈക്കിളുടെ ബോഡി ഡബിളിനെ ആയിരുന്നു. ആ ഹെലികോപ്റ്ററിന്റെ ഉള്ളിൽ ബോഡി ചെരിഞ്ഞു കിടക്കാൻ നോക്കുന്ന വിഷ്വൽ പുറത്തുവിട്ടത് ഇന്റൻഷനലി ആയിരുന്നു. പിന്നെ ഹെലികോപ്റ്ററിൽ നിന്ന് ആംബുലൻസിലേക്ക് പോയ ആ ബോഡി ഡബിൾ ബേസ്മെന്റിൽ വെച്ച് ഇറങ്ങി നടക്കുന്നതും സ്റ്റേജ്ഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ആയിരുന്നു. ഇതെല്ലാം ചെയ്യിപ്പിച്ചത് എൻറ്റിറ്റി ആയിരുന്നു. ദേ വാണ്ടഡ് ദിസ് ടു ലുക്ക് ലൈക്ക് മൈക്കിൾ ഫേക്ഡ് ഹിസ് ഡെത്ത്. മൈക്കിൾ മരിച്ചു എന്ന് പറഞ്ഞ് മൈക്കിൾ തന്നെ കടന്നു കളഞ്ഞ പോലെ തോന്നിപ്പിക്കാൻ വേണ്ടി. ആൻഡ് വൈ ആർ വി ഗെറ്റിംഗ് ഇൻ ടു ദിസ് കൺക്ലൂഷൻ? അത് ഇനി അങ്ങോട്ടുള്ള ഓരോരോ സംഭവങ്ങൾ കേട്ടാൽ മനസ്സിലാവും. ഈ ദിസ് ഇസ് ഇറ്റ് എന്ന് പറയുന്ന ഷോയുടെ സക്സസിന് ശേഷം കടങ്ങളൊക്കെ കുറച്ച് വീട്ടിൽ പീറ്ററും മൈക്കിളും തയ്യാറാക്കി വെച്ച വിൽപത്രം കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത് പിന്നെ എസ്കേപ്പ് പ്ലാൻ അടിക്കാനായിരുന്നല്ലോ മൈക്കിളുടെ തീരുമാനം. അപ്പോഴാണല്ലോ എൻറ്റിറ്റി ഈ പ്ലാൻ ഹൈജാക്ക് ചെയ്യുന്നത്. അങ്ങനെ ഹൈജാക്ക് ചെയ്യപ്പെട്ട ഈ പ്ലാനിന് ശേഷം, അതായത് മൈക്കിൾ മരിച്ചു എന്ന് പറയുന്ന ജൂൺ 25, 2009 വെറും 5 ദിവസത്തിന് ശേഷം ഒരാൾ വരുന്നു. അയാൾ കോർട്ടിൽ ഒരു വിൽപത്രം സബ്മിറ്റ് ചെയ്യുന്നു. എന്നിട്ട് പറയുന്നു മൈക്കിൾ അവസാനമായിട്ട് എഴുതിയ വിൽപത്രം ഇതാണ്. ഇതിൽ MJ എസ്റ്റേറ്റ് എന്ന് പറയുന്ന ഈ ട്രസ്റ്റിന്റെ സകല അധികാരവും നടത്തിപ്പ് അവകാശവും തീരുമാനങ്ങൾ എടുക്കാനുള്ള അതോറിറ്റിയും തനിക്കാണ് എന്ന് പറഞ്ഞ് കോർട്ടിൽ ഒരു വിൽപത്രം ഹാജരാക്കുന്നു. ആളാരാന്ന് വെച്ചാൽ 2003 ഞാൻ പറഞ്ഞില്ലേ ഈ കൊല്ലം ഭയങ്കര ഇമ്പോർട്ടന്റ് ആണെന്നുള്ളത്. 2003 എൻറ്റിറ്റിയോടുള്ള അടുപ്പം കാരണവും പിന്നെ MJയുടെ കമ്പനിയിലേക്ക് വരുന്ന പൈസയൊക്കെ തന്റെയും അന്നത്തെ സോണിയുടെ CEO ആയിട്ടുള്ള ടോമി മൊട്ടോളയുടെയും അക്കൗണ്ട്സിലേക്ക് അയച്ച് തിരിമറി കാണിച്ചതിന് MJ പുറത്താക്കിയ സാക്ഷാൽ ജോൺ ബ്രാൻക. അതിനേക്കാളും രസം ഈ വിൽപത്രം ജോൺ ബ്രാൻക കോർട്ടിൽ സബ്മിറ്റ് ചെയ്ത് ഈ വിൽപത്രം ഉണ്ടാക്കിയ ദിവസമാണ് 2002 ജൂലൈ 7. ഇനി ഈ വിൽപത്രത്തിൽ ഈ നടത്തിപ്പവകാശം ഷെയർ ചെയ്തിരിക്കുന്ന 3 പേരുമായിട്ടാണ്. ഒന്ന് ജോൺ ബ്രാൻക, ജോൺ മെക്ലെയിൻ, പിന്നെ ബാരി സൈഗിൾ. അതിൽ ബാരി സൈഗിൾ 2009 മൈക്കിളുടെ മരണത്തിന് ശേഷം സ്വമേധയാ റിസൈൻ ചെയ്ത് ഒഴിഞ്ഞു. പോരാത്തിന് ഈ വിൽപത്രത്തിൽ മൈക്കിൾ ജാക്സന്റെ സിഗ്നേച്ചർ ഉണ്ട്. ഫിസിക്കലി പ്രസന്റ് ആവാതെ ഈ സൈൻ ഇടാൻ പറ്റില്ലല്ലോ. ആൻഡ് ഈ ഡോക്യുമെന്റിൽ എല്ലാവരും സൈൻ ചെയ്തിരിക്കുന്നത് ജൂലൈ 7, 2002 വീണ്ടും നമ്മൾ പറഞ്ഞ ആ പഴയ 2002, 2003 കാലഘട്ടം. ഒപ്പം തന്നെ ഈ ഡോക്യുമെന്റ് രജിസ്റ്റർ ചെയ്യപ്പെട്ടിരിക്കുന്നത് അന്നേ ദിവസം ജൂലൈ 7, 2002 ലോസ് ആഞ്ചലസിൽ വെച്ചിട്ടാണ്. ഇനി ഈ ഡേറ്റ് ഓർമ്മ ഉണ്ടോ? ഈ ജൂലൈ 6, 7, 8, 9 തീയതികളിലാണ് ഇൻവിൻസിബിൾ ആൽബത്തെ ചൊല്ലിയുള്ള തർക്കത്തിന്റെ പേരിൽ സോണിയുടെ ഓഫീസിന് ചുറ്റും MJ പ്രൊട്ടസ്റ്റ് ചെയ്യുന്നത്. വെറുതെ യൂട്യൂബിൽ തപ്പിയൊക്കെ കിട്ടും. ഈ പറയുന്ന ഡേറ്റിലാണ് ഈ പ്രൊട്ടസ്റ്റുകളൊക്കെ ഷൂട്ട് ചെയ്തിരിക്കുന്നത്. പോരാത്തതിന് ജൂലൈ 6, 2002 നാഷണൽ ആക്ഷൻ നെറ്റ്വർക്കിന്റെ ന്യൂയോർക്കിലുള്ള ഹെഡ് ക്വാർട്ടേഴ്സിൽ വെച്ചിട്ട് എന്റർടൈൻമെന്റ് ഇൻഡസ്ട്രിയിൽ നടക്കുന്ന പ്രശ്നങ്ങളെക്കുറിച്ചും റേസിസത്തിനെ കുറിച്ചൊക്കെ മൈക്കിൾ സംസാരിക്കുന്ന വീഡിയോസ് ഉണ്ട് ആ ഡേറ്റ് വെച്ചിട്ട്. അങ്ങനെ ഈ പറഞ്ഞ ന്യൂയോർക്കിലുള്ള MJ ആണ് എൻറ്റിറ്റിയോടുള്ള അടുപ്പം കാരണം തന്റെ കമ്പനിയിൽ നിന്നൊക്കെ ഫണ്ട് തിരിമറി ചെയ്ത ജോൺ ബ്രാൻകയെ ടെർമിനേഷൻ ലെറ്റർ കൊടുത്ത് പുറത്താക്കാൻ നിൽക്കുന്ന ജോൺ ബ്രാൻകക്ക് ഈ പറഞ്ഞ സ്വത്തുക്കളൊക്കെ കൊടുത്തു എന്ന് പറഞ്ഞ് എഴുതി ഒപ്പിടുന്നു. അതും ലോസ് ആഞ്ചലസിൽ വെച്ചിട്ട്. വളരെ വിശ്വസനീയമായിരിക്കുന്നു. അങ്ങനെ ഫ്യൂണറലിനൊക്കെ ശേഷം ഈ ബ്രാൻക വിൽപത്രം സബ്മിറ്റ് ചെയ്തു എന്ന് അറിഞ്ഞ മൈക്കിളുടെ ഫാമിലി, മൈക്കിൾ സ്വന്തമായിട്ട് എസ്കേപ്പ് ചെയ്തതല്ല എന്ന് മനസ്സിലാക്കിയ ഫാമിലി പീറ്റർ ലോപ്പസിന്റെ നിർദ്ദേശത്തിൽ മൈക്കിളുടെ അമ്മ കാത്തറിൻ ജാക്സൺ ഈ പറഞ്ഞ വില്ലിനെതിരായിട്ട് ഒരു അപ്പീൽ കൊടുക്കുന്നുണ്ട്. എൻറ്റിറ്റിയുടെ ട്രാപ്പിൽ അകപ്പെട്ട മൈക്കിളുടെ സേഫ്റ്റിയെ ഭയന്നിട്ടാണോ അതോ സ്വന്തം ഫാമിലിയുടെ സേഫ്റ്റിയെ ഭയന്നിട്ടാണോ എന്നറിയില്ല. പീറ്റർ ലോപ്പസ് ഇതിനെക്കുറിച്ച് ഒന്നും പറയുന്നില്ല. എങ്ങും തൊടാത്ത രീതിയിൽ പലതും പറയുന്നുണ്ട്. ഒരു ന്യൂസ് ചാനലിൽ ഇതിന്റെ പിന്നിൽ എന്തോ ഫൗൾ പ്ലേ നടന്നിട്ടുണ്ട്, അത് പെട്ടെന്ന് തെളിയും, അതിനുവേണ്ടി ഞങ്ങളെല്ലാം പ്രവർത്തിക്കുന്നുണ്ട് എന്ന് മാത്രം പറയുന്നു. ഇതൊക്കെ കഴിഞ്ഞാണ് ഡേവിന്റെ ഇന്റർവ്യൂ. 3 ഫ്യൂണറൽ ഇതിനോടകം മൈക്കിളിന് കഴിഞ്ഞു. അതിലെ 3ാമത്തെ ഫ്യൂണറലിന്റെ ദിവസമാണ് ഡേവും ലാരി കിങ്ങുമായിട്ടുള്ള ആ ഇന്റർവ്യൂ. MJ മരിച്ച അന്നേ ദിവസം തന്നെയാണ് ഇന്റർവ്യൂ നടന്നതെന്നും പ്രൈവറ്റ് ലൈഫിൽ
ലൈഫിലേക്ക് കടക്കും മുമ്പ് ഈ ഇന്റർവ്യൂവിൽ വന്ന് സിംബോളിക്കലി തന്റെ ഫാൻസിനോട് ഒരു അവസാന ഗുഡ് ബൈ പറഞ്ഞ് പോവാം എന്ന് കരുതി ഡേവിന്റെ രൂപത്തിൽ മൈക്കിൾ വന്നതാണ് എന്നാണ് NTT പ്രസന്റ് ചെയ്ത മൈക്കിൾ ഡെത്ത് ഹോയാക്സ് കോൺസ്പിറസി തിയറി. ഈ പറഞ്ഞത് സ്റ്റാർട്ടിംഗിൽ ഞാനും വിശ്വസിച്ചിരുന്നു. പക്ഷേ ഡേറ്റ് നോക്കിയാൽ മനസ്സിലാവും ഇറ്റ് വാസ് ഓൺ September 3rd, മൈക്കിളിന്റെ മൂന്നാമത്തെ അവസാനത്തെ ഫ്യൂണറൽ ദിവസം. പിന്നെ ഈ ഇന്റർവ്യൂവിൽ വന്നത് ഡേവ് അല്ല എന്ന് പ്രൂവ് ചെയ്യുന്ന വീഡിയോ നമ്മൾ മുമ്പേ ചെയ്തതാണ്. ആ ഇന്റർവ്യൂവിൽ ഡേവിന്റെ രൂപത്തിലിരിക്കുന്ന മൈക്കിൾ ജാക്സന്റെ കണ്ണിലെ ഭയം എന്താണെന്ന് മനസ്സിലാക്കണമെങ്കിൽ ആ ദിവസം കഴിഞ്ഞ് 2-3 മാസത്തിന് ശേഷം മൈക്കിൾ ജാക്സന്റെ അമ്മ കാതറിൻ ജാക്സൺ പറയുന്ന വാക്കുകൾ കേട്ടാൽ മതി. ആ മൂന്നാമത്തെ ഫ്യൂണറൽ ആ ഡേവിന്റെ ഇന്റർവ്യൂ കഴിഞ്ഞതിന് ശേഷം കാതറിൻ ജാക്സൺ ജോൺ ബ്രാൻകെയുടെ വില്ലിനെതിരെ കൊടുത്ത അപ്പീൽ പിൻവലിക്കുന്നു. അതിന് കാതറിൻ ജാക്സൺ കൊടുത്ത വിശദീകരണം ഇതാണ്: എനിക്കിപ്പോ വലുത് മൈക്കിളുടെ സ്വത്തോ ആസ്തിയോ ഒന്നുമല്ല, എനിക്കിപ്പോ വലുത് മൈക്കിളിന്റെ 3 മക്കളാണ്. അവർക്ക് വേണ്ടി എനിക്ക് ജീവിക്കണം. അതുകൊണ്ട് തന്നെ ഒരു ലീഗൽ കോംപ്ലിക്കേഷൻസിനും ഇനി ഞാൻ നിൽക്കുന്നില്ല എന്നുള്ളത്. ആ അമ്മ ഇങ്ങനെ കുറച്ച് വാക്കുകൾ പറയണമെങ്കിൽ അതിന് പിന്നിൽ എത്രത്തോളം ഭീഷണികളും ഭയപ്പെടുത്തലുകളും ഒക്കെ ഉണ്ടാവാം. ഇനി മൈക്കിളുടെ അഡ്വൈസറായ പീറ്റർ ലോപ്പസിന്റെ കാര്യമാണ് ഇതിനേക്കാളും കഷ്ടം. 2 പെൺമക്കളും ഭാര്യയുമായി സന്തോഷത്തോടു കൂടി ജീവിച്ചിരുന്ന ആള് ഇതിനുശേഷം April 30, 2010 സൂയിസൈഡ് ചെയ്യുന്നു. ഒരു ഡിപ്രഷനും ഇല്ലാതിരുന്ന, ഫാമിലി ലൈഫും ഫിനാൻഷ്യൽ സ്റ്റാറ്റസും കരിയറും ഒക്കെ നന്നായി പോയിക്കൊണ്ടിരുന്ന പീറ്റർ ലോപ്പസ് തന്റെ ലോസ് ആഞ്ചലസിലെ വീട്ടിൽ വെച്ചിട്ട് ഒരു ഹാൻഡ് ഗൺ വെച്ച് തലയിൽ ഷൂട്ട് ചെയ്ത് മരിച്ചു പോലും. അഗൈൻ ഡിപ്രഷൻ കൊണ്ട് പീറ്റർ ലോപ്പസ് മരിച്ചു എന്ന് പറയുന്നത് വെരി മച്ച് ബിലീവബിൾ, ഭയങ്കര വിശ്വസനീയമായിരിക്കുന്നു. ഡേവ് ലാരി കിങ് ഇന്റർവ്യൂവിന് ശേഷം മൈക്കിളിനെ എവിടെയും സ്പോട്ട് ചെയ്തതായിട്ട് പിന്നെ പറഞ്ഞു കേട്ടിട്ടില്ല. ജാക്ക് ക്രൂർണർ എന്ന് പറയുന്ന ഒരാളുടെ ഐഡന്റിറ്റിയിൽ മൈക്കിൾ ജാക്സൺ ഇന്നും ജീവിക്കുന്നുണ്ട് എന്ന് പറയുന്ന ഒരു ഫേക്ക് നെറേറ്റീവ് നിലവിലുണ്ട്. അത് NTT തന്നെ പുഷ് ചെയ്ത നിലനിർത്തി കൊണ്ടുവരുന്ന ഒരു നെറേറ്റീവ് ആവാനേ ചാൻസ് ഉള്ളൂ. ഈ സംഭവത്തിന് മാസങ്ങൾക്ക് മുമ്പ് അപ്പോയിന്റ് ചെയ്ത കോൺറാഡ് മുറെ എന്ന് പറയുന്ന ഡോക്ടർ NTTയുടെ ആളാണെന്ന് തോന്നാൻ കാരണം MJയുടെ പെങ്ങളായ ലെറ്റോയ ജാക്സന്റെ വാക്കുകളാണ്. Dr. Murray was a fall guy. Bottom line, that's what he was. It wasn't just Dr. Murray, and I'm telling them to look to the right and left, but they choose to look. ഇനി കോൺറാഡ് മുറയുടെ ബാക്ക്ഗ്രൗണ്ട് ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ 6 സ്ത്രീകളിലായി 7 കുട്ടികളുണ്ട് അയാൾക്ക്. അപ്പൊ ഈ പറയുന്ന മൈക്കിൾ ജാക്സന്റെ കേസ് എടുക്കുന്നതിന് മുമ്പ് അയാൾ ഭയങ്കര ഫിനാൻഷ്യൽ ബാധ്യതയിലായിരുന്നു. ആ സമയത്ത് മൈക്കിൾ ജാക്സൺ ഓഫർ ചെയ്തിട്ട് വെറും $1.5 ലക്ഷം. പക്ഷേ ഇദ്ദേഹത്തിന്റെ ഫിനാൻഷ്യൽ കറ്റോസ്ട്രഫി എന്ന് പറയുന്ന അതിനേക്കാളും ഭയങ്കര ഭീകരമായിരുന്നു. സോ തിയറിസ്റ്റുകൾ പറയുന്നത് ആ ഒരു പോയിന്റിന് ഭയങ്കരമായിട്ട് പ്രസക്തി ഉണ്ട് എന്നാണ്. കാരണം MJ ഓഫർ ചെയ്ത $1.5 ലക്ഷം കോൺറാഡ് മുറെ വീണിട്ടുണ്ടാകുക NTT ഓഫർ ചെയ്ത എമൗണ്ടിനായിരിക്കും. കാരണം ഈ സംഭവത്തിന് ശേഷം ലൈസൻസ് റദ്ദായി. പോരാത്തതിന് മനഃപൂർവ്വമല്ലാത്ത നരഹത്യക്ക് 4 വർഷം ജയിൽ ശിക്ഷ വിധിച്ചു. പക്ഷേ 2 വർഷം സെർവ് ചെയ്തിട്ടുള്ളൂ. അതിനുശേഷം ഇപ്പോഴും അയാൾ ഫിനാൻഷ്യലി സ്ട്രോങ് ആണ്. അങ്ങനെ MJയുടെ പ്ലാനിട്ട് നടന്നതുമില്ല. ആരുടെ കയ്യിൽ ഇതൊക്കെ എത്തരുതെന്ന് MJ വിചാരിച്ചു, അവരുടെ കയ്യിൽ തന്നെ ഇത് എത്തുകയും ചെയ്തു. MJ മരിച്ചു എന്ന് പറയപ്പെടുന്ന ജൂൺ 25-ന് 5 ദിവസത്തിന് ശേഷം ഈ ജോൺ ബ്രാൻക ഈ വിൽപത്രം കോർട്ടിൽ സമർപ്പിച്ച് ഈ എസ്റ്റേറ്റിന്റെ ഈ ട്രസ്റ്റിന്റെ നടത്തിപ്പ് അവകാശം നേടിയെടുക്കുന്നു. നേരത്തെ പറഞ്ഞ പോലെ 3 പേരുണ്ടായിരുന്നു: ജോൺ ബ്രാൻക, ജോൺ മെക്ലെയിൻ, ബാരി സൈഗിൾ. അതിൽ ബാരി സൈഗിൾ ഈ പറഞ്ഞതൊന്നും വേണ്ടാന്ന് പറഞ്ഞ് സ്വമേധയാ റിസൈൻ ചെയ്യുന്നു ഈ ട്രസ്റ്റിൽ നിന്ന്. പിന്നെ MJ ട്രസ്റ്റ് നടത്തി കിട്ടുന്ന ലാഭത്തിന്റെ ഒരു വിഹിതം 3 മക്കൾക്കാണ് പോവുക. ഒരു ഒത്തന്റിസിറ്റിക്കോ അല്ലെങ്കിൽ പബ്ലിക് ബാക്ക്ലാഷ് വരാതിരിക്കാനോ വേണ്ടി മാത്രമായിരിക്കും അത് ചിലപ്പോൾ ആഡ് ചെയ്തിട്ടുണ്ടാകുക. മറ്റ് ഫാമിലി മെമ്പേഴ്സിന് കാര്യമായിട്ട് റോളൊന്നുമില്ല അതിൽ. പിന്നെ പോരാത്തതിന് ലെറ്റോയ ജാക്സൺ മൈക്കിളുടെ പെങ്ങള് പബ്ലിക്കായിട്ട് ജോൺ ബ്രാൻകെതിരെ സംസാരിച്ചിട്ടുണ്ട്. It was pure murder. The motive was to get his publishing as these people entered into his life when he did not want them there. He had gotten rid of these people. Michael had fired John Branca. He didn't want him around. അദ്ദേഹത്തിന് ജോൺ ബ്രാൻകയെ പേടിയായിരുന്നു. പിന്നെ പോരാത്തതിന് സ്വന്തം മാൻഷനിൽ തന്നെ ഇതൊക്കെ സംസാരിക്കാൻ ഭയങ്കര ഭയം ഉണ്ടായിരുന്നു. പിന്നെ ആരൊക്കെയോ തന്നെ കൊല്ലുന്നു പറഞ്ഞിരുന്നു. തന്റെ കയ്യിലുള്ള മ്യൂസിക് കാറ്റലോഗ് അത്രയും വില മതിക്കുന്നതാണ്, അതിനുവേണ്ടി തന്നെ കൊന്നുകളയെന്നൊക്കെ പറയുന്നുണ്ട് എന്ന് ലെറ്റോയ ജാക്സൺ പറയുന്നു. പക്ഷെ ഒന്നും തന്നെ വിലപ്പോയില്ല. അതും പോരാഞ്ഞ് മരിക്കുന്ന ദിവസം ഡോക്ടർ അല്ലാതെ അവിടെ വേറെ പലരും ഉണ്ടായിരുന്നു എന്ന് എനിക്ക് തെളിവുണ്ട്. അത് പറയുന്ന സമയത്ത് കൂടെ ഇന്റർവ്യൂ പാനലിൽ ഉണ്ടായിരുന്ന ഒരാൾ തടയുന്നുണ്ട് അത് പറയണ്ടെന്ന് പറഞ്ഞിട്ട്. I would love to have a one-on-one with probably I mean, did you say that because you think that you could instinctively get from them? അത്രക്ക് സ്ട്രോങ് ആണ് ഈ NTT എന്ന് അറിയുന്നോണ്ടായിരിക്കും ലെറ്റോയ ജാക്സനെ ആ സമയത്ത് അവർ തടഞ്ഞത്. ഇനി കുറച്ചും കൂടി സർക്കംസ്റ്റാൻഷ്യൽ എവിഡൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ NTT ഇതൊക്കെ മുൻകൂട്ടി പ്ലാൻ ചെയ്തതെന്ന് പറയാൻ കാരണം ഈ ദിസ് ഇസ് ഇറ്റിന്റെ മൊത്തം റിഹേഴ്സൽസും ഫിലിം ക്യാമറ വെച്ചാണ് ഷൂട്ട് ചെയ്ത് പോന്നിട്ടുള്ളത്. MJയുടെ മരണത്തിന് ശേഷം വെറും 3 മാസം കൊണ്ടാണ് സോണി പിക്ചേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ദിസ് ഇസ് ഇറ്റ് എന്ന് പറയുന്ന ഫെയർവെൽ മൂവി റിലീസായത്. ഒരു അപ്രതീക്ഷിത അകാല മരണത്തിന് ശേഷം വെറും 3 മാസം കൊണ്ട് ദേ മാനേജ് ടു റിലീസ് സച്ച് എ കോണ്ടന്റ്. the movie came out right away. Again, very much believable. പിന്നെ വരും വർഷങ്ങളിൽ സോണി ATV മ്യൂസിക് പബ്ലിഷിംഗിൽ MJക്ക് ഉണ്ടായിരുന്ന 50% ഓണർഷിപ്പും ബ്രാൻകയുടെ നേതൃത്വത്തിലുള്ള MJ എസ്റ്റേറ്റ് സോണിക്ക് തന്നെ വിൽക്കുന്നു. പിന്നെ അതും കൂടാതെ മൈക്കിളുടെ തന്നെ ഓൺ മ്യൂസിക് പബ്ലിഷിംഗ് ആയിട്ടുള്ള മൈജാക്ക് കാറ്റലോഗിന്റെ 50% ഓഹരിയും സോണിക്ക് ബ്രാൻകയുടെ നേതൃത്വത്തിലുള്ള MJ എസ്റ്റേറ്റ് വിറ്റൊഴിക്കുന്നു. അങ്ങനെ പോയി ഈ ട്രസ്റ്റും വളർന്നു. ഇപ്പം മൈക്കിൾ ജാക്സന്റെ എസ്റ്റേറ്റ് $2 ബില്യൺ വാല്യുവേഷനിലാണ് ഇരിക്കുന്നത്. മൈക്കിളുടെ ജ്യേഷ്ഠൻ ജെർമൈൻ ജാക്സൺ ആ ഇന്റർവ്യൂവിൽ എങ്ങനെ ഫ്ലൈറ്റിന്റെ കാര്യം പറഞ്ഞു, എങ്ങനെ ആ ഫ്ലൈറ്റിനെ കുറിച്ച് അറിഞ്ഞു എന്നുള്ളത് ഇപ്പോഴും ഒരു ചോദ്യചിഹ്നമായിട്ട് തുടരുന്നു. അദ്ദേഹത്തിന്റെ മകൻ ജാഫർ ജാക്സൺ കേന്ദ്ര കഥാപാത്രമായി അഭിനയിക്കുന്ന മൈക്കിൾ ജാക്സന്റെ
ബയോപിക് മൈക്കിളിന്റെ പ്രൊഡ്യൂസേഴ്സും ഈ പറയുന്ന ബ്രാൻകയും ജോൺ മെക്ലീനുമാണ്. അങ്ങനെ വെറും മ്യൂസിക് കോപ്പിറൈറ്റ്സിന്റെ ഒക്കെ ലീഗൽ അഡ്വൈസറായി തുടങ്ങിയ ജോൺ ബ്രാൻക ഇന്ന് ലോകത്തിലെ തന്നെ ഏറ്റവും ധനികരായ ലോയേഴ്സിൽ ഒരാളാണ്. ഇതാണ് മൈക്കിൾ ജാക്സന്റെ മരണത്തെ ചുറ്റിപ്പറ്റി ഉണ്ടായിരുന്ന 2 കോൺസ്പിറസി തിയറീസ്. ഒന്ന് സ്വയം ഒളിവ് പോയതാണെന്നുള്ളത്. പക്ഷേ സ്വയം ഒളിവ് പോയതായിരുന്നെങ്കിൽ ഒരിക്കലും ഈ പറയുന്ന മ്യൂസിക് കാറ്റലോഗ്സും എസെറ്റ്സും സോണിക്ക് വിട്ടുകൊടുക്കൂലായിരുന്നു മൈക്കിൾ. പുറമേയുള്ള ആ കോൺസ്പിറസി തിയറിയുടെ ഉള്ളിലുള്ള ഈ സംഭവമാണ് ഈ പറഞ്ഞൊരു തിയറി. പ്ലാൻ ചെയ്തത് മൈക്കിൾ ആണെങ്കിലും പ്ലാൻ എക്സിക്യൂട്ട് ചെയ്തത് വേറൊരു ടീമായിരുന്നു. നമുക്കിടയിൽ നിന്ന്, നമ്മുടെ മുകളിൽ നിന്ന് നമ്മളെ നിയന്ത്രിക്കുന്ന, ഈ ലോകത്തെ നിയന്ത്രിക്കുന്ന ദ ഡീപ് സ്റ്റേറ്റ് അഥവാ എൻറ്റിറ്റി. കുറച്ച് വേദനയോട് കൂടിയിട്ടാണെങ്കിലും നമ്മൾ ആ ഫാക്ട് അക്സെപ്റ്റ് ചെയ്യണം, മൈക്കിൾ ജീവനോടെ ഇല്ല എന്നുള്ളത്. പക്ഷെ ആ ദിവസം മരിച്ചിട്ടില്ല എന്നുള്ളത് ഏറെക്കുറെ നമുക്ക് ഉറപ്പിക്കാം. നമ്മൾ മൈക്കിളിനെ ലാസ്റ്റ് കണ്ടത്, മൈക്കിൾ നമ്മളെ ലാസ്റ്റ് കണ്ടത് ഈ പറയുന്ന ഡേവ് ലാരി കിങ് ഇന്റർവ്യൂയിലൂടെ ആവും. മേ ബി ഹി വാസ് ട്രൈങ് ടു എക്സ്പ്രസ് സംതിങ് ത്രൂ ദാറ്റ് ഇന്റർവ്യൂ, ബട്ട് വി ഫെയിൽ ടു ലിസൺ, വി ഫെയിൽ ടു അണ്ടർസ്റ്റാൻഡ്. കാരണം ജീവനോടെ ഉണ്ടായിരുന്നെങ്കിൽ എന്തൊക്കെയായാലും ഈ പറയുന്ന സെയിലുകൾക്കൊന്നും മൈക്കിൾ സപ്പോർട്ട് ചെയ്യില്ലായിരുന്നു. പിന്നെ താൻ പബ്ലിക്കായിട്ട് വിമർശിച്ച ഒരാളുടെ കയ്യിൽ തന്റെ സാമ്രാജ്യം കൊടുക്കാനും സാധ്യതയില്ല. സോ ഇതൊക്കെയാണ് ഈ തിയറികളിൽ പറയുന്നത്. ഐ ഡോണ്ട് ഇന്റെൻഡ് ടു സ്റ്റേറ്റ് എനിത്തിങ്, ബട്ട് ഐ ജസ്റ്റ് വാണ്ട് ടു സേ സംതിങ്. ഒന്നുമില്ലായ്മയിൽ നിന്നും വന്ന് സ്വന്തം അച്ഛന്റെ ക്രൂരമായിട്ടുള്ള പരിശീലനങ്ങളും ശാസനകളും ഒക്കെ അതിജീവിച്ച് ഇന്റർനെറ്റ് കൂടി സജീവമല്ലാത്ത കാലത്ത് ലോകം കീഴടക്കിയ മൈക്കിൾ ജാക്സൺ എന്ന കിങ് ഓഫ് പോപ്പ് നമുക്ക് മുമ്പിൽ വെച്ചുപോയത് ഒരു ചെറുത്തുനിപ്പിന്റെ സന്ദേശമാണ്. ഹി ഫോട്ട് എലോൺ. അദ്ദേഹം ഒറ്റക്കാണ് യുദ്ധം ചെയ്തത്. എൻറ്റിറ്റി ഒരു സ്ട്രക്ചേർഡ് ശൃംഖലയാണ്. ഈവൻ MJയ്ക്കും കോടാനുകോടി വരുന്ന ആരാധകരുടെ ഒരു ശൃംഖല ഉണ്ടായിരുന്നു. പക്ഷെ അതെല്ലാം എൻറ്റിറ്റി തീർത്ത അവരുടെ ആളുകൾ കെട്ടിയ മറയ്ക്കപ്പുറത്തായിരുന്നു. മൊണോപ്പൊളിക്കെതിരായിട്ട് MJ യുദ്ധം ചെയ്തു. ഹി വേജ്ഡ് എ വാർ അഗെയിൻസ്റ്റ് ദി എൻറ്റിറ്റി ഓൾ എലോൺ. ഈ യുദ്ധത്തിൽ MJ തോറ്റുപോയെങ്കിലും സത്യം എന്തെങ്കിലുമൊക്കെ പുറത്തു വരുന്നത് നമുക്ക് പ്രതീക്ഷിക്കാം. ഈ കഥകളൊക്കെ സത്യമാണോ എന്ന് ചോദിക്കാൻ പറ്റിയ ഒരാളെ ഉണ്ടായിരുന്നുള്ളൂ, ദ ഒറിജിനൽ ഡേവ്. കാരണം അന്നത്തെ ഇന്റർവ്യൂവിൽ എന്താ സംഭവിച്ചതെന്നെങ്കിലും ചോദിക്കാലോ. പക്ഷേ ഈവൻ ഡേവ് പാസ്ഡ് അവേ ഇൻ 2018. 2018 അദ്ദേഹവും വിടവാങ്ങി. പണ്ടെപ്പോഴോ കേട്ട ഒരു കഥ ഉണ്ട്. ഒരാളെ വെള്ളത്തിൽ മുക്കി കൊല്ലുന്ന സമയത്ത് ആ കൊല്ലപ്പെടുന്ന വ്യക്തി ഈ ഉയർന്നു പോകുന്ന കുമിളകളെ നോക്കി ഒരു കാര്യം പറയുന്നുണ്ട്. കുമിളകളെ, നിങ്ങളാണ് എന്റെ മരണത്തിന്റെ സാക്ഷി. ഈ സത്യവുമായി നിങ്ങൾ വെളിച്ചത്തെ നോക്കി ഉയർന്നു പോകുക. സത്യം എന്നായാലും ഒരിക്കൽ പുറത്തു വരും. അങ്ങനെ ഒരു മൊണോപ്പൊളിക്കെതിരെ സംസാരിച്ചതിന്റെ ഭാഗമായി, ഒരു ഡീപ് സ്റ്റേറ്റിനെതിരെ സംസാരിച്ചതിന്റെ ഭാഗമായി MJ എന്ന ഇതിഹാസം ഇല്ലാതാവുന്നു. ഇതായിരുന്നു ഈ കോൺസ്പിറസി തിയറി. ഈ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നതിന് മുമ്പേ on behalf of all of us, I would like to say one thing to the king of pop. Yes, Michael, we know they don't really care about us, but we really do care about you. എഡിയോസ് കിങ് ഓഫ് പോപ്പ്. യുദ്ധം നിങ്ങൾ തോറ്റിരിക്കാം, പക്ഷെ മ്യൂസിക് ഉള്ളിടത്തോളം കാലം കോടാനുകോടി ജനങ്ങളുടെ ഹൃദയത്തിൽ നിങ്ങൾ എന്നും ജീവിക്കും. Okay, everybody, that's a wrap. So see you all in another video.